പുഴയും കടന്ന് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഗംഗയുടെ അടുത്തോട്ടേക്ക് ശാരദ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടത് എന്ന്. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് ഒരു 10 മണിയാകുമ്പോഴാണ് പോകേണ്ടത് എന്ന്. ശാരദ ചോദിക്കുന്നുണ്ട് ആരൊക്കെയാണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നതെന്ന്. ആ സമയത്ത് ഗംഗ പറയും യമുനയും മുത്തശ്ശിയും ഇവിടെ നിൽക്കട്ടെ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിനീത് വരുന്നത്. കാവേരി വിനീതിനോട് ചോദിക്കുന്നുണ്ട് ബാങ്കിൽ പോയി പണം എടുത്തിട്ട് വരുമോ എന്ന്. ആ സമയത്ത് വിനീത് പറയും ഞാൻ എടുത്തിട്ട് വരാം, ഇവിടെ അടുത്ത് തന്നെയാണ് ബാങ്ക് എന്ന് പറയണേ. ഗംഗ ചോദിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചടുത്താണോ എന്ന് ചോദിക്കണേ. ആ സമയത്ത് വിനീത് പറയും ഇവിടെ നിന്നും 2 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ, ഞാൻ വണ്ടി പറഞ്ഞേക്കാം, നിങ്ങളെല്ലാവരും ഹോസ്പിറ്റലിലോട്ട് വരൂ എന്ന് പറയണേ. കാവേരി പറയുന്നുണ്ട് വിനീതിനോട് വിനീതേട്ടന് പണമായി ഹോസ്പിറ്റലിലോട്ട് വന്നാൽ മതി. വിനീത് പറയും ഞാൻ വണ്ടി അയക്കാമെന്ന്. പിന്നീട് ശാരദ യമുനയോട് പറയുന്നുണ്ട് നീയും മുത്തശ്ശിയും വീട്ടിൽ നിന്നാൽ മതി. മുത്തശ്ശി ഇങ്ങനെ നിളയുടെ കൈ പിടിച്ചുകൊണ്ട് കരയുകയാണ്. ആ സമയത്ത് കാവേരി പറയും എന്താ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവളെയും കൊണ്ട് പോയാൽ നിങ്ങൾ ഇനി എപ്പോഴാണ് വരുന്നത്? നിള ചോദിക്കും എനിക്ക് എന്താ എന്ന് ചോദിക്കണം. ആ സമയത്ത് കാവേരി പറയും നിനക്ക് ഒന്നുമില്ല, നീ പേടിക്കാതെ നിൽക്കുക. അങ്ങനെ നിളയോട് പറയും നമ്മൾ 2 ദിവസം ഹോസ്പിറ്റലിലോട്ട് പോകും, നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഹോസ്പിറ്റലിൽ നിൽക്കും, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. ആ ഗംഗയോട് ചോദിക്കും എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ച് തരുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഗംഗ പറയും നിനക്ക് ഒരു കൂട്ടല്ല 4 കൂട്ട് ഡ്രസ്സ് വാങ്ങിച്ച് തരും. പിന്നീട് നിള ചോദിക്കും ഞാൻ എന്താവശ്യപ്പെട്ടാലും അത് വാങ്ങിച്ച് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗ പറയും നീ എന്ത് പറഞ്ഞാലും അത് വാങ്ങിച്ച് തരും എന്ന് നിള ചോദിക്കണം. എങ്കിൽ പ്രോമിസ് ചെയ്യുക എന്ന് പറയണേ. അങ്ങനെ ഗംഗ പ്രോമിസ് ചെയ്യുന്നുണ്ട്. കാണാതെ ശാരദ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി ഇരുന്ന് കരയാണ്. അപ്പോൾ ഗംഗ ശാരദയുടെ അടുത്തോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഗംഗ പറയുന്നുണ്ട് അമ്മയെ കരയാതെ ഇരിക്കുക, അവളെങ്ങാനും കണ്ടാൽ അത് പ്രശ്നമാവും എന്ന് പറയാണ്. ആ സമയത്ത് ശാരദ പറയുന്നുണ്ട് അവൾ ചെറിയ കുട്ടിയല്ലേ, എന്നിട്ട് ഈ പ്രായത്തിൽ അവൾക്ക് ഓപ്പറേഷനൊക്കെ ചെയ്യല്ലേ, ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവൾക്ക് ഒരു കുഴപ്പവും വരില്ല, അമ്മ കരയാതിരിക്കുക. വിനീത് ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ള കാറുമായിട്ട് വരുന്നുണ്ട്. പിന്നീട് അവരെല്ലാവരും കാറിലോട്ട് കയറാൻ നിൽക്കുകയാണ്. ആ സമയത്ത് വിനീത് നിളയോട് പറയുന്നുണ്ട് ഞാൻ ബാങ്കിൽ പോയി കാശുമായിട്ട് ഹോസ്പിറ്റലിലോട്ട് വരാം. ആ സമയത്ത് നിള പറയുന്നുണ്ട് ഓക്കെ വിനീതേട്ടാ. അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് ഗംഗയും ശാരദയും കാവേരിയും നിളയും പോകുന്നുണ്ട്. പിന്നീട് വിനീത് യമുനയോട് പറയുന്നുണ്ട് ഞാനും ഇനി ഹോസ്പിറ്റലിലോട്ട് പോകട്ടെ എന്ന്. ആ സമയത്ത് യമുന പറയുന്നുണ്ട് ഓക്കെ വിനീതേട്ടാ. പിന്നീട് വിനീത് ബാങ്കിൽ പോകുന്നുണ്ട്. ബാങ്കിൽ ചെന്നതിന് ശേഷം പറയുന്നുണ്ട് ഇനി പണം എടുക്കാനാണെന്ന്. ആ സമയത്ത് ബാങ്കിൽ നിന്നും ചോദിക്കുന്നുണ്ട് ഈ പേപ്പറിൽ സൈൻ ചെയ്തില്ലേ എന്ന്. ആ സമയത്ത് വിനീത് പറയുന്നുണ്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ബാങ്കിൽ നിന്നും പറയും ഇത്രയും പണം വേണമെന്നുണ്ടായിരുന്നുവെങ്കിൽ കുറച്ച് നേരത്തെ പറയണമായിരുന്നല്ലോ എന്ന്. ആ സമയത്ത് വിനീത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലോട്ട് അത്യാവശ്യമായിട്ടാണ്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ. വിനീത് ഇങ്ങനെ ബാങ്കിൽ നിൽക്കുന്ന സമയത്ത് വിനീതിൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടാകും. ആ ബാഗ് കയ്യിൽ പിടിച്ചുകൊണ്ട് വിനീത് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ ബാഗിൽ ഇനി ആ 15 ലക്ഷം കൊള്ളുമോ? ഇതിലെ ഉദ്യോഗസ്ഥൻ വിനീത് ഇവിടെ വാ എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് വിനീത് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഇതിലെ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് വിനീത് നിന്റെ അക്കൗണ്ടിൽ പണമില്ലെന്ന്. ആ സമയത്ത് വിനീത് പറയുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിൽ പണമില്ലെന്നോ? പിന്നെയും വിനീത് പറയുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിൽ പണമുണ്ട്. ആ സമയത്ത് ബാങ്കിലെ ഉദ്യോഗസ്ഥൻ പറയും ഇതിൽ ബാങ്കിൽ ഒരു രൂപ പോലുമില്ല. പിന്നെയും വിനീത് പറയുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിൽ പണം ഉണ്ട് 33 ലക്ഷം രൂപ, അതൊന്നും കൂടി നോക്ക് സാർ എന്ന് പറഞ്ഞുകൊണ്ട് വിനീത് കരയാണ്. വിനീതിൻ്റെ കയ്യിലുള്ള ചെക്ക് ബാങ്കിലെ ഉദ്യോഗസ്ഥന് കൊടുക്കുന്നുണ്ട്. സാർ ഇതൊന്ന് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് വിനീത് ഫോൺ എടുത്ത് ഉദ്യോഗസ്ഥന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ പണം വന്നു എന്നതിന് മെസ്സേജ് ഫോണിൽ വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥൻ പറയും എല്ലാം ശരിയാണ്, ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, അക്കൗണ്ടിൽ പണം വന്നിട്ടുമുണ്ട്, പക്ഷേ പണം വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന് പറയണേ. ഇത് കേൾക്കുന്ന വിനീത് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. വിനീത് പറയുന്നുണ്ട് ഞാൻ പണം എടുത്തിട്ടില്ല എന്ന്. ആ സമയത്ത് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് പണം എടുത്തിട്ടുണ്ട് എന്ന്. പിന്നെയും വിനീത് പറയുന്നുണ്ട് പണം എടുത്തിട്ടില്ല, എൻ്റെ അമ്മയാണ് സത്യം, പണം എടുത്തിട്ടില്ല. ബാങ്കിലെ ഉദ്യോഗസ്ഥൻ പറയും ഈ അക്കൗണ്ടിൽ പണമില്ല എന്ന്. ആ സമയത്ത് വിനീത് പറയും ഞാൻ പണം എടുത്തിട്ടില്ല. ആ സമയത്ത് ബാങ്കിലെ ഉദ്യോഗസ്ഥൻ പറയും ഇനി വേറെ ആരെങ്കിലും പണം എടുത്തോ? അപ്പോൾ വിനീത് പറയും ആരും പണം എടുത്തിട്ടില്ല. വിനീത് പറയും പിന്നെ ആരാ പണം എടുത്തത്? അപ്പോൾ ഉദ്യോഗസ്ഥൻ പറയും പണം പിൻവലിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാനേജറെ ചെന്ന് കാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന നിളയെയും
ശാരദയും ഗംഗയും ആണ്. അവരുടെ അടുത്തോട്ടേക്ക് കാവേരി വരുന്നുണ്ട്. എന്നിട്ട് കാവേരി പറയുന്നുണ്ട് റൂമെല്ലാം റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് നിള ചോദിക്കും റൂമിൽ TV ഉണ്ടോ എന്ന്. അപ്പോൾ കാവേരി പറയും അറിയില്ല. ശാരദ ചോദിക്കും ഡോക്ടർ ഇന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞോ എന്ന്. ആ സമയത്ത് കാവേരി പറയും ഡോക്ടർ ഇന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷത്തിന് മുന്നേ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. ശാരദ പറയും എനിക്ക് പേടിയാകുന്നു. കാവേരി പറയും അമ്മ പേടിക്കാതെ നിൽക്ക്. അപ്പോൾ ശാരദ പറയും അവൾ ചെറിയ കുട്ടിയല്ലേ, അവളെയൊക്കെ എന്തിനാ ഓപ്പറേഷൻ ചെയ്യുന്നത്. അവർ റൂമിലെത്തിയതിനു ശേഷം സിസ്റ്റർ കാവേരിയോട് പറയുന്നുണ്ട് നിങ്ങൾ പണം കെട്ടണം. അങ്ങനെ കാവേരി പറയുന്നുണ്ട് ഓക്കെ എന്ന്. പിന്നീട് ഗംഗ കാവേരിയോട് ചോദിക്കുന്നുണ്ട് വിനീതേട്ടൻ പണവുമായി എത്തിയോ. കാവേരി പറയും വിനീതേട്ടൻ പണവുമായിട്ട് വരുന്നുണ്ടാകും. പിന്നീട് കാവേരി ഓപ്ഷനിൽ ചെല്ലും. ആ സമയത്ത് അവിടെ നിന്നും പറയും നിങ്ങൾ ക്യാഷ് കൗണ്ടറിൽ പോയി പണം അടച്ചോളൂ. ആ സമയത്ത് കാവേരി പറയും പണവുമായിട്ട് വരുന്നുള്ളൂ. ശരി ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ റിസപ്ഷൻ്റെ അടുത്ത് കാവേരി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് വിനീത്. കാവേരി ചോദിക്കുന്നുണ്ട് പണം എടുത്തില്ലേ വിനീതേട്ട, റിസപ്ഷനിൽ പണം അടക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാവേരി ചോദിക്കും എന്ത് പറ്റി വിനീതേട്ട. കാവേരി ചോദിക്കും എന്തിനാ വിനീതേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. വിനീത് കാവേരിയോട് പറയും അക്കൗണ്ടിൽ പണമില്ലെന്ന്. ഇത് കേൾക്കുന്ന കാവേരി ഇങ്ങനെ ഞെട്ടി നിൽക്കും. കാവേരി വിനീതിനോട് ദേഷ്യത്തോട് കൂടി ചോദിക്കും പണമില്ലെന്നോ, പിന്നെ പണം എവിടെ പോയി. വിനീത് പറയും എനിക്കറിയില്ല കാവേരി, ബാങ്കിൽ ചെന്ന് ചോദിച്ച സമയത്ത് അക്കൗണ്ടിൽ പണമില്ലെന്നാണ് അവർ പറഞ്ഞത്. കാവേരി പറയും വിനീതേട്ടൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. വിനീത് പറയും വേറെ ആരോ പണം എടുത്തു എന്ന്. ഇത് കേൾക്കുന്ന കാവേരി എന്നെ ഞെട്ടി നിൽക്കുകയാണ്. കാവേരി പറയും വിനീതേട്ടൻ്റെ അക്കൗണ്ടിലുള്ള പണം വിനീതേട്ടനല്ലാതെ വേറെ ആരാ എടുക്കുന്നത്. ഇത് പറയും എനിക്കറിയില്ല കാവേരി, ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ അക്കൗണ്ടിൽ പണമില്ലെന്നാണ് പറഞ്ഞത്. കാവേരി പറയും വിനീതേട്ട വാ നമുക്ക് ബാങ്കിലൊന്ന് പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിനീതും കാവേരിയും ബാങ്കിലോട്ട് വരികയാണ്. ബാങ്കിൽ ചെന്നതിന് ശേഷം വിനീതും കാവേരിയും മാനേജറെ കാണുന്നുണ്ട്. എന്നിട്ട് കാവേരി മാനേജറോട് പറയുന്നുണ്ട് 2 ദിവസം മുമ്പാണ് അക്കൗണ്ടിലോട്ട് പണം ഇട്ടത്, ഇപ്പോൾ അക്കൗണ്ടിൽ പണമില്ലെന്ന് പറയുന്നു. ഞങ്ങളാരും പണം എടുത്തിട്ടുമില്ല. വിനീത് പറയും ഇതാ പണം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാനേജർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മാനേജർ അത് നോക്കുന്ന സമയത്ത് മാനേജർ പറയുന്നുണ്ട് പണം ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തവും മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ കാവേരി മാനേജറോട് പറയുന്നുണ്ട് എങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ. കാവേരി ഫോണിൽ നോക്കുന്ന സമയത്ത് പണം എടുത്തതും ഫോണിലുണ്ടാകും. അങ്ങനെ കാവേരി ദേഷ്യത്തോട് കൂടി വിനീതിനോട് ചോദിക്കും ഇതിലിതാ പണം എടുത്തു എന്ന് മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ വിനീതേട്ട. കാവേരി പറയും വിനീതേട്ടൻ പണം എടുത്തിട്ടില്ല, വിനീതേട്ടൻ്റെ സമ്മതമില്ലാതെ അപ്പോൾ ആരായിരിക്കും പണം എടുത്തിട്ടുണ്ടാവുക. മാനേജർ ചോദിക്കും വേറെ ആർക്കെങ്കിലും അക്കൗണ്ട് നമ്പർ കൊടുത്തിരുന്നോ, അതുമല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഫോൺ ചെയ്ത് OTP നമ്പർ എന്തെങ്കിലും ചോദിച്ചിരുന്നോ. അപ്പോൾ വിനീത് പറയും അതൊന്നും ചെയ്തിട്ടില്ല. വിനീത് അങ്ങനെ ചിന്തിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ വിനീതിന് ആർക്കും അങ്ങനെ കൊടുത്തതായിട്ട് ഓർമ്മയിൽ വരുന്നില്ല. പിന്നീട് കാവേരി മാനേജറോട് ചോദിക്കും ഇനി പണം തിരിച്ച് കിട്ടാൻ എന്തെങ്കിലും മാർഗം. മാനേജർ പറയും ആ പണം വേറെ ഒരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആയില്ലേ. അപ്പോൾ കാവേരി ചോദിക്കും അങ്ങനെ പണം പോയോ എന്ന് ചോദിക്കണം. ആ സമയത്ത് മാനേജർ പറയും പോയി. ഇതിന് പെട്ടെന്ന് ഓർമ്മ വരും വിനീതിൻ്റെ ഫോണിലോട്ട് ഒരാൾ കോൾ ചെയ്ത് വിനീതിൻ്റെ ATM കാർഡിൻ്റെ നമ്പർ ചോദിച്ചത്. ഇത് പറയും എനിക്ക് അങ്ങനെ ഒരു കോൾ വന്നിരുന്നു, അങ്ങനെ പണം പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിനീതും അതുപോലെ കാവേരിയും കരയുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.